ഞാൻ പറയാണ്, നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന രീതി നിങ്ങളുടെ ഫേസിനെ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ലോവറിങ് യുവർ IQ. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ. അങ്ങനെ നമ്മുടെ ലുക്സിനെയും IQനെയും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് മൗത്ത് ബ്രീത്തിങ് എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ജോസ് ദ ഹിഡൻ എപ്പിഡമിക് എന്ന് പറഞ്ഞാണ്ട് ഒരു ബുക്ക് ഉണ്ട്. സാന്ദ്ര ഖാൻ അതേപോലെ പോൾ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അതിൻ്റെ ബേസിലും അതുപോലെ ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് മുമ്പൊക്കെ എഴുതിയ ബുക്കുകളുണ്ട്. അതുപോലെ കുറച്ച് സയൻറ്റിഫിക് ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു സിമ്പിൾ വേർഷനിലാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്നത് ഈ മൗത്ത് ബ്രീത്തിങ് എങ്ങനെയാണ് നമ്മുടെ അട്രാക്റ്റീവ്നെസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നശിപ്പിക്കുക എന്നുള്ളതും, എങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ എഫക്ട്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഉള്ളത് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ സ്റ്റിക്ക് അറൗണ്ട്, ദിസ് വീഡിയോ കുഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾക്കറിയോ, നമ്മൾ നോസിലൂടെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ നോസിൻ്റെ ഉള്ളിൽ പല പ്രക്രിയകളും നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഓക്സിജൻ അബ്സോർപ്ഷൻ അപ് ടു 20% ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലൂടെ എയർ പോകുമ്പോൾ അവിടെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഹെയർസ് ഉണ്ട്. അതുപോലെ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ എയർ വാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ലങ്സിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുണ്ട് നോസിലൂടെ ബ്രീത്ത് ചെയ്യാൻ. അതായത് ശരിക്ക് നോസിലൂടെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രത്യേകതകൾ കൊടുത്തിട്ടുള്ളത്. എന്നാലേ ആ എയർ എത്തേണ്ട രീതിയിൽ നമ്മൾ ലങ്സൊക്കെ എത്തുള്ളൂ. പക്ഷെ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലാണ് മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊന്നുമില്ല, നേരെ ഉള്ളിലൂടെ പോകുന്നു, ലങ്സൊക്കെ പോകുന്നു. നമുക്ക് കിട്ടുന്ന ഓക്സിജൻ പുവർ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഡ്രൈ മൗത്ത്, അതുപോലെ നമ്മളെ ഫേഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം, ഇതിനൊക്കെ ഉത്തരവാദിയാണ് മൗത്ത് ബ്രീത്തിങ്. ജോസ് ദ ഹിഡൻ എപ്പിഡമിക് എന്ന് പറഞ്ഞ ബുക്കിൽ സാന്ദ്ര ഖാനും അതേപോലെ പോൾ എർലിച്ച് എന്ന് പറഞ്ഞ ആളും എങ്ങനെയാണ് നമ്മളെ മോഡേൺ ഡയറ്റും അതേപോലെ നമ്മളെ മൗത്ത് ബ്രീത്തിങ്ങും നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറിനെ അതുപോലെ നമ്മളെ അട്രാക്റ്റീവ്നെസ്സിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ ക്രൗഡഡ് ടീത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാലക്ലൂഷൻ എന്ന് പറയുമല്ലോ, നമ്മൾ പല്ല് പൂന്തുക എന്നൊക്കെ പറയില്ലേ, ഈ സംഭവം ഉണ്ടാവുന്നത്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ജോസ് ഉണ്ടാവുന്നത്, അതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോസിലൊക്കെ, കൂടുതൽ മീറ്റ് കഴിക്കണം, അങ്ങനത്തെ ഫുഡുകൾ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ, ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ കഴിക്കണം, സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും നല്ല ഞാൻ പ്രാധാന്യം കൊടുക്കല്, ഫുൾ ഹോൾ ഫുഡുകൾക്കാണ് അധികം പ്രാധാന്യം കൊടുക്കലെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഹണ്ടർ ഗ്യാദറർ ആയ ടൈമിലേക്ക് പോകുമ്പോൾ, ആൻഷ്യൻ ടൈമിലേക്ക് പോകുമ്പോൾ ഇവർ ഫൈൻഡ് ചെയ്താണ് അന്നത്തെ കാലത്ത് കിട്ടിയിരുന്ന സ്കള്ളുകൾക്കൊക്കെ ഭയങ്കര റയറായിട്ട് എന്തുള്ളൂ, പല്ലുകൾക്ക് ക്യാവിറ്റീസും അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത ഡിഫോർമാലിറ്റീസും ഒക്കെ ഉണ്ടല്ലോ, ഈ മാലക്ലൂഷനും പല്ല് പൊന്തലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിൽക്കണൊക്കെ, അതൊക്കെ വളരെ റയറാണ്, ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അന്നത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഡയറ്റാണ്. നമുക്ക് കണ്ട് ചെയ്താണ് കിട്ടുന്ന ഇറച്ചിയൊക്കെ നല്ല കടിച്ച് പറിച്ച് കഴിക്കേണ്ടി വരും. എല്ലുകൾ ഉണ്ടാവും, അത് കടിച്ച് പൊട്ടിക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളത്തെ ബോൺ മാരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ചൂയിങ്, ഹെവി ചൂയിങ് വരുന്നൊരു ഹെവി ചൂയിങ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ബോഡി വെക്കണം എന്നുണ്ടെങ്കിൽ അത് ചലഞ്ചിങ് ആണ്. നമ്മളെന്നും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഒരു ബോഡിയിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മളെ ബോഡി വേണ്ട രീതിയിൽ ഡെവലപ്പ് ആവും? ഇല്ല. ബോഡിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ബോഡി. അതേസമയം നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, അയ്യോ ഈ വെയിറ്റ് എനിക്ക് പൊക്കണമല്ലോ, അപ്പോൾ അതിനെനിക്ക് കൂടുതൽ മസിൽ വേണമല്ലോ എന്ന രീതിയിൽ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഡയറ്റ് എങ്ങനെയാണ്, ഫുള്ള് സോഫ്റ്റ് സാധനങ്ങളാണ് അധികം കഴിക്കുന്നത്. ഇത് സാന്ദ്ര ഖാൻ ചെറിയ കുട്ടികളിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പകരം ആ മസിൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ പകരം കുപ്പിയിൽ കൊടുക്കലും അവിടുന്ന് തൊട്ട് തുടങ്ങുന്നുണ്ട് ഈ മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ ടെൻഡൻസി, അണ്ടർ ഡെവലപ്ഡ് ജോസ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഫുഡ് എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ പറഞ്ഞ മാതിരി ഓട്സ്, അങ്ങനെ സിറിയൽസ് നമ്മളിവിടെ കുറവാണ്. നമ്മൾ അധികം കുറച്ച് കുഴപ്പമില്ലാത്ത രീതി കഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വെസ്റ്റേൺ ഡയറ്റിലൊക്കെ ഫസ്റ്റ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽസ്, ഓട്സ് ഒക്കെ തന്നെയാണ്. ഫുള്ള് സോഫ്റ്റ് ടൈപ്പ് ഫുഡുകളാണ്, കടിച്ച് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് ആകുമ്പോൾ
ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ച്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് വലിയൊരു ജോസോ വലിയ അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മുഖം, പിന്നെ നമ്മൾ എന്ത് ഭാഗമാണോ അത് യൂസ് ചെയ്യാത്തത്, നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യമാണോ യൂസ് ചെയ്യാത്തത്, നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് യൂസ് ചെയ്യാത്തത് അത് ബ്രെയിൻ മറക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാത്തത്, ഇപ്പോൾ നമ്മൾ മസിൽ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ആ മസിൽ എന്തില്ല അവിടെ ഡെവലപ്പ് ആവില്ല. അതുപോലെ തന്നെ നമ്മൾ മര്യാദക്ക് ജോസ് കടിച്ചു പൊട്ടിക്കാനൊന്നും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിനും മര്യാദക്ക് വളർച്ച ഉണ്ടാവില്ല. മനസ്സിലായോ? അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ വളരേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഈ ജോൻ്റെ സൈസ് കുറയണത്. ജോൻ്റെ സൈസ് കുറയുമ്പോൾ എന്തുണ്ടാവും, അവിടെ എല്ലാ പല്ലുകൾക്ക് പക്ഷെ അവിടെ മാറ്റം വരുന്നില്ല, പല്ലുകളെല്ലാം വരുന്നുണ്ട്, പക്ഷെ ജോ സൈസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ആ ജോല് എല്ലാ പല്ലുകളും കൊള്ളാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിയാണ്ടൊക്കെ നിൽക്കും. എന്നിട്ട് നമ്മളെ മോഡേൺ മെഡിസിൻ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാം? ഇതിൻ്റെ കാരണം അണ്ടർ ഡെവലപ്ഡ് ജോ ആണ് എന്നുള്ള രീതിയിലല്ല ഓർത്തോഡോണ്ടിസ്റ്റ് ആൾ ചെയ്യണത്. അവിടെ പോയി കഴിഞ്ഞാൽ 4 പല്ലുകൾ പറിക്കും, മുകളിലത്തും വെടുത്തും എന്ത് ചെയ്യും, അവിടെ നിന്നിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കും, എന്നിട്ടുള്ള പല്ല് ആ ഗ്യാപ്പിലേക്ക് അമർത്തും. ഇൻസ്റ്റെഡ് ഓഫ് ട്രീറ്റിംഗ് ദ കോസ്, എന്തുകൊണ്ടാണോ അത് ഉണ്ടാവുന്നത് ശ്രദ്ധിക്കാതെ നേരെ അതിന് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള എഫക്റ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് എളുപ്പവും. അപ്പോൾ ഇത് ഞാൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തൊരു സംഭവമാണ്. ഇത് ഞാൻ ആരോട് പറയുമ്പോഴും നമ്മളെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബക്കാരോടൊക്കെ പറയുമ്പോഴും ആർക്കും ഇതൊരു വലിയ കാര്യമല്ല, ഇതൊരു സീരിയസ് അല്ല. ഓല് മനസ്സിലാക്കണില്ല. ബ്രെയിൻ ഫംഗ്ഷൻ പോലും ഇവിടെ മര്യാദ നടക്കുന്നില്ല. കുട്ടികളിലുള്ള ADHD ഉണ്ടല്ലോ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. സ്ലീപ്പിന് ക്വാളിറ്റി കിട്ടാത്തതുകൊണ്ട്. സ്ലീപ്പിന് മര്യാദക്ക് ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ എന്താണ് മര്യാദ നടക്കുക? ഇതൊന്നും ആരും ചിന്തിക്കണില്ല. ഞാൻ പറയുമ്പോൾ എന്താണ്, പല്ലു പൊന്തലൊക്കെ സാധാരണ അല്ലേ എന്നാണ് പറയുന്നത്. അല്ല, സാധാരണ അല്ല. എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതിയാൽ അത് സാധാരണ അല്ല. കോമൺ എന്ന് പറയുന്ന സംഭവം അതൊരിക്കലും നോർമൽ ആവില്ല. നോർമൽ എന്ന് പറയുന്നത് നമ്മളെല്ലാ പല്ലുകളും അവിടെ കറക്റ്റായിട്ട് കൊള്ളണം, ജോസ് കറക്റ്റ് ഫോർവേഡ് ഗ്രോത്ത് ഉണ്ടാവണം, ജോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാകാൻ പാടില്ല, നമ്മളെ ജോ ബോൺസ് കറക്റ്റ് മുമ്പ് വരണം. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കാലം എന്താ പറയുക ഇതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനെ മൗത്ത് ബ്രീത്തിങ് ചെയ്തിട്ട് അതിലൂടെ കടന്നു പോയ ആളാണ്. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ എഫക്റ്റുകൾ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു അഡൾട്ട് ഏജിക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കുട്ടികളാകുമ്പോൾ ട്രീറ്റ് ചെയ്യണ മാതിരിയല്ല, പിന്നീട് എന്ത് ചെയ്യണം, ചിലപ്പോൾ സർജറിൻ്റെ ഒക്കെ ആവശ്യം വരും ചിലപ്പോൾ. അപ്പോൾ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് ദ ഏർലിയർ യു ഫൈൻഡ് ദ ബെറ്റർ എന്നാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ മൗത്ത് ബ്രീത്ത് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നമുക്ക് അനിയന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഒരു 3-5 വയസ്സിൻ്റെ ഉള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സുഖമാണ്. കാരണം അത് വളരുന്ന പ്രായമാണ്, ഈ ബോൺസുകളൊക്കെ സെറ്റായി വരുന്ന പ്രായമാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചില സിമ്പിൾ എക്സസൈസ്, സിമ്പിൾ ഹാബിറ്റിൽ വരുന്ന ചേഞ്ചസ്, പോസ്റ്ററിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ ചിലപ്പോൾ സുഖമായിരിക്കും. പക്ഷേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കേസ്, എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ റിഗ്രറ്റ് ആയിട്ട് പറയുകയാണ്, ഈ ഒരു പ്രായത്തിലൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മര്യാദക്കൊരു ജോ ഡെവലപ്മെൻറ്റ്, അതുപോലെ സെറ്റ് ടീത്തൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. മറ്റേ പരിപാടി നമുക്കും ചെയ്യാം. 4 പല്ല് പറിച്ചാണ്ട് ഉള്ള പല്ല് അവിടെ സെറ്റാക്കി വെക്കുന്നത് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ അതെന്താണ്, അതൊരു ഷോർട്ട് കട്ടാണ്, അതല്ല ശരിക്കും അവിടെ കോസ് അല്ലെങ്കിൽ അവിടെ പ്രോബ്ലം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ പല ആൾക്കാരോട് ഞാൻ ആ ചെയ്തുകൊണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഓലെന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ക്ലിപ്പിടും, എന്നിട്ട് പല്ല് റെഡിയാവും. പല്ല് റെഡി ആയിട്ട് പിന്നെ ഓല് ആ പല്ല് പൊന്താതെ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ആ രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് റീറ്റെയിനർ വെക്കും ഉറങ്ങുമ്പോഴൊക്കെ. അപ്പോൾ എന്താ സംഭവം, എന്താ അവിടെ അപ്പോഴും നമ്മൾ ആ പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ, ആ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ റീറ്റെയിനർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. നമ്മളെ ഹാബിറ്റ് ഇപ്പോഴും പഴയ രീതിക്ക് പോയി കഴിഞ്ഞാൽ പല്ല് പിന്നെയും പഴയ രീതിക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിനാണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇമേജ് ചെയ്തുകൊണ്ട് ഇവിടെ കൊടുത്തുതരാം. ഒരു നോസ് ബ്രീത്തറിൻ്റെയും അതേപോലെ ഒരു മൗത്ത് ബ്രീത്തറിൻ്റെയും ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്സിൽ അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്ന വ്യത്യാസം നോക്കി നോക്കി. മൗത്ത് ബ്രീത്തറിൻ്റെ കണ്ണുകൾ, ആ മൗത്ത് ബ്രീത്തർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ക്രുക്കഡ് നോസ്, അണ്ടർ ഡെവലപ്ഡ് ജോ, എന്താ പറയുക മിസ് അലൈൻഡ് അല്ലെങ്കിൽ ക്രൗഡഡ് ടീത്ത്, പല്ല് പൊന്തിക്കുക, മൊത്തം എന്ത് ചെയ്യുക, ഒരു ബാക്കിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ആരോഗ്യമില്ലാത്തൊരു ചേല് അല്ലേ, ഒരു ആരോഗ്യമില്ലാത്തൊരു ചേല് ബാക്കിലേക്ക് മെൽറ്റ് ആയ പോലെ തോന്നാം. പക്ഷെ അതേസമയം നോസ് ബ്രീത്തറിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, പക്കല്ലേ മോഡലിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് ഫുൾ സെറ്റ് എന്താ പറയുക 90 ഡിഗ്രിയിലൊക്കെയുള്ള നല്ല അടിപൊളി ഫോർവേഡ് ഗ്രോത്തിലുള്ള ജോ, നല്ല നോസ്, സെറ്റ് പല്ല്, എന്താ കറക്റ്റായിട്ടുള്ള അലൈനായിട്ടുള്ള പല്ലുകൾ അല്ലേ, ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പിനെ കണ്ടാൽ തന്നെ ഒരു ആരോഗ്യമുള്ള പോലെ തോന്നും.
അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരം ഞാൻ അട്രാക്റ്റീവ് അല്ല, ഞാനിതാണ്, അതാണ്, ഇതാണ്, പല്ല് പൊന്തിനൊക്കെ എനിക്ക് ജെനറ്റിക്സ് ഒന്നല്ല, നമ്മളെ ഹാബിറ്റിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ വൈകിപ്പോയി. അപ്പോൾ ഇതിൻ്റെ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും ഒരുപാട് കാലങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. ഒറ്റയടിക്ക് നമുക്കൊരിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കണ മാതിരി പെട്ടെന്ന് നമുക്ക് ഉണ്ടാവണമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിന് അത്രയും പ്രാധാന്യം കൊടുക്കണില്ല. പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്നത് നമുക്ക് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മളിങ്ങനെ ഉറങ്ങണ ഇടയിൽ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ എന്ന് പറഞ്ഞാണ്ട് എണീക്കുന്ന ചില സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ആ സംഭവം സ്ലീപ്പ് ആപ്നിയ, പെട്ടെന്ന് നമ്മുടെ ബ്രീത്തിങ് ബ്ലോക്കായിട്ട് ഒരു ഗ്യാസ്പോട് കൂടിയാണ് എണീക്കും ആ സംഭവം. അതേപോലെ തന്നെ കുട്ടികളിൽ IQ കുറയുക, മര്യാദക്ക് ഓക്സിജനും കാര്യങ്ങളൊന്നും എത്തുന്നില്ല, അപ്പോൾ ബ്രെയിൻ ഫങ്ഷൻസും മര്യാദക്ക് നടക്കണില്ല. അപ്പോൾ IQൻ്റെ അളവ് കുറയുന്നത്, അതുപോലെ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആ സംഭവം കൂടുന്നത്, അതുപോലെ ബാഡ് പോസ്ചർ, ഇങ്ങനെ വളഞ്ഞ് കൗത്തൊക്കെ മുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ബാഡ് പോസ്ചറും അതുപോലെ നെക്ക് പെയിനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മൗത്ത് ബ്രീത്തിങ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ ശരിക്കും എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻസിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, കസിൻ സിസ്റ്ററിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, പല്ല് പൊന്തിന് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറെ കാണിക്കാൻ ഓല് പോയപ്പോൾ ഞാൻ ഓലെ കൂടെ പോയി. എന്നിട്ട് ഞാൻ ആ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് വായിച്ചേക്കണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ മൂപ്പരും എന്താ പറയണുള്ളൂ, നമുക്ക് പല്ല് പറിച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല, പല്ല് പറിക്കണം, എന്നിട്ട് ക്ലിപ്പ് ഇടണം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വരിക എന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. നമ്മൾ ഏത് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലും ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാലും ഓല് ഈ പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര റയറാണ്. ഇതിപ്പോൾ മൈക്ക് മ്യൂ എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വരും. മൂപ്പര സംഭവമാണ് മ്യൂയിങ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ മ്യൂയിങ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ ടങ്ക് മുകളിൽ വെച്ചിട്ട് നമ്മളെ പാലറ്റ് ഉണ്ടല്ലോ, ഇവിടെ മുകളിൽ ഇവിടെ ഒരു അർച്ച ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മളെ ടീത്ത് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ടീത്തിൻ്റെ ഉള്ളിൽ മുകളിലത്തെ ആ ഒരു അർച്ചി ഭാഗം ഉണ്ടല്ലോ, ആ റൂഫ്, നമ്മളെ മൗത്തിൻ്റെ റൂഫ്. അപ്പോൾ നമ്മളെ ടങ്ക് നിൽക്കേണ്ടത് ആ റൂഫിലാണ്. പിന്നെ ടീത്ത് ലൈറ്റ് കോണ്ടാക്റ്റിൽ അടച്ചാണ്ട് നിൽക്കണം, ലിപ്പ് ക്ലോസ്ഡ്. അതാണ് നമ്മളെ പോസ്റ്റർ. അതായത് നാവ് ഇവിടെ തട്ടിച്ചിട്ട് നമ്മൾ ലിപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് നോസിലൂടെ ബ്രീത്ത് വിടണം. അതാണ് ആ പോസ്റ്റർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സംഭവമാണ് മ്യൂയിങ് എന്ന് പറയുന്നത്. അത് പല ആൾക്കാരും ഈ മോഡലുകളൊക്കെ ചെയ്യാൻ കണ്ടിട്ടില്ലേ, അങ്ങനെ കുറച്ച് കാലം മുമ്പ് കുറച്ച് ട്രെൻഡ് ആയിരുന്നല്ലോ, ലുക്സ് മാക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മൈക്ക് മ്യൂ എന്ന് പറഞ്ഞ ആള് മൂപ്പരെ കോൺട്രിബ്യൂഷൻസും കുറേ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോർമേഷൻസൊക്കെ ആ ബുക്കിലുണ്ട്. അപ്പോൾ ഈ ഒരു ഡെന്റിസ്റ്റിനൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ബുക്ക് എഴുതിയ സാന്ദ്ര ഖാൻ, അതേപോലെ പോൾ എർലിച്ച്, ഈ ആൾക്കാരൊക്കെയാണ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. നമ്മളെ നാട്ടിലത്തെ സാധാ ഡെന്റിസ്റ്റുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓല് ഈ ക്ലിപ്പ് ഇട്ടാണ്ട് പല്ല് താത്തുന്ന പരിപാടിയെ പറയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഡെന്റിസ്റ്റുകളുടെ ഇടയ്ക്കൊക്കെ ഇത് എത്തണുള്ളൂ ഈ ടോപ്പിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ആൻഷ്യൻറ്റ് നമ്മളെ തലയോട്ടികളൊക്കെ കിട്ടിയപ്പോൾ, സ്കള്ളുകളൊക്കെ കിട്ടിയപ്പോൾ അതിൽ പല്ലുകൾ പക്കായിട്ടുണ്ട്, അതിൽ ക്യാവിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഡെന്റിസ്റ്റുകൾക്ക് ജോലി ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെ നമ്മൾ അന്നത്തെ രീതിയിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മളെ മൗത്ത് ബ്രീത്തിങ്ങിന് വരുന്നത് അലർജീസ് എന്നുള്ളത്. പിന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നോസ് എപ്പോഴും ബ്ലോക്കഡായി നിൽക്കും. ഒന്ന്, നോസ് നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കണുള്ളൂ, അതൊരു ഹാബിറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നോസ് ഉപയോഗിക്കണില്ലല്ലോ, അപ്പോൾ പിന്നെ അത് ബ്ലോക്കഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഇവിടെ പൂച്ചകളുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അതിന് മുമ്പേ ഉണ്ട് പെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നോസ് അലർജി കാരണം നോസ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു കഥ പറയുന്നുണ്ട്, ആ ജോസിലും ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇതേപോലെ മൗത്ത് ബ്രീത്തിങ് ഒക്കെ ആയിട്ട് ഫേസിൻ്റെ സ്ട്രക്ചറൊക്കെ ആകെ കൊളായി. അങ്ങനെ വരുന്ന ടൈമിൽ ചെറിയ കുട്ടിയാണ്, അതിൻ്റെ വീട്ടിൽ പെറ്റ് ഹാംസ്റ്റർ ഉണ്ടായിരുന്നു. ഹാംസ്റ്റർ എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. ആ ഹാംസ്റ്ററിനെ ഓല് എന്ത് ചെയ്തു, പിന്നെ ഒഴിവാക്കിയതിന് ശേഷം ആ രോമം കാര്യങ്ങളും ആ അലർജീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ. അപ്പോൾ അത് നിന്നപ്പോൾ പിന്നെയും ആ പെൺകുട്ടി പഴയ രീതിക്ക് നല്ല നല്ല മോഡലുകളൊക്കെ പോലെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നല്ല അടിപൊളി ജോസും ഫോർവേഡ് ഗ്രോത്തൊക്കെ വന്നു. ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അലർജീസ് കാരണം മൗത്ത് ബ്രീത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൗത്ത് ബ്രീത്തിങ് ഫിക്സ് ചെയ്യാനിപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് എയർ ഫിൽറ്റർ വെക്കുക. ഞാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സംഭവമാണ് എയർ ഫിൽറ്റർ. അപ്പോൾ എയർ കണ്ടീഷണർ അല്ല, ഇപ്പോൾ ആമസോണിൽ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാണ്ട്. നമ്മളെ ഇവിടെയുള്ള ഡസ്റ്റും കാര്യങ്ങളും അതുപോലെ ഉള്ള പൊല്യൂട്ടൻസൊക്കെ എയർ ഒന്ന് ഫ്രഷ് ആക്കി തരുന്ന സംഭവം എയർ ഫിൽറ്റർ. അതുപോലെ തന്നെ നേസൽ ഡയലേറ്റർ, ഇതിന് മുമ്പ് ഞാൻ സ്ലീപ്പിൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്നു. അതായത് നമ്മുടെ മൂക്കിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, ആ ഒരു നേസൽ പാസേജസ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് എയർ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തൊരു സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ
കൂടുതൽ സ്പേസ് ഉണ്ടാവും മൂക്കൂടെ ശ്വാസം വിടാൻ. അപ്പം നാസൽ ഡയലേറ്റർ അത് മാഗ്നറ്റിൻ്റെ ഉണ്ട്, അതുപോലെ ബാൻഡേജ് ടൈപ്പിൽ ഒട്ടിക്കുന്നതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു, അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്, ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിരുന്ന സംഭവമാണ് എനിക്ക്, ഞാനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് നാസൽ സ്പ്രേ. അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആയിരിക്കും, അത് ഡോക്ടറെ കാണിച്ചാലേ കിട്ടുന്നുള്ളൂ. സെലൈൻ നാസൽ സ്പ്രേ ആണെന്നാണ് തോന്നുന്നത്. അതായത് മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി ജലദോഷം വരുമ്പോൾ ഉറ്റിക്കണമല്ല കേട്ടോ, അത് ഡേഞ്ചറാണ്. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഈ ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ഓട്രിവിനിയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ തുള്ളി മരുന്നുകളുണ്ടല്ലോ മൂക്ക് ക്ലിയർ ചെയ്യാനുള്ള, അങ്ങനത്തെ അല്ല ഇട്ടത്. ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. നമ്മളെ മറ്റേ സംഭവം ജലദോഷം വരുമ്പോഴോ അല്ലെങ്കിൽ മൂക്ക് ബ്ലോക്ക് ആകുമ്പോഴോ ഉറ്റിക്കുന്ന തുള്ളിമരുന്ന് ഉറ്റിച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ സ്മെല്ല് വരെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, വേറെ ടൈപ്പ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ ഉണ്ട്, നേസൽ സ്പ്രേ ഉണ്ട്, ആ സാധനമാണ്. അതുപോലെ നമ്മൾ ഉറങ്ങുമ്പോൾ മൗത്ത് ടേപ്പ് കിട്ടും. മൗത്ത് ടേപ്പ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആഷ്ടൺ ഹോളിൻ്റെ മോർണിംഗ് റൂട്ടീനിലൊക്കെ മൂപ്പൊരു സാധനം വെക്കുന്നുണ്ടല്ലോ, അത് നാസൽ ഡയലേറ്ററാണ്. അതുപോലെ മൂപ്പര് ചുണ്ട് പൊട്ടിക്കുന്ന സംഭവം അത് മൗത്ത് ടേപ്പാണ്. അതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂയിങ്, നല്ല ഹെവി ഫുഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല ഇറച്ചിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ചൂ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സംഭവം കൂടുതൽ ചൂ ചെയ്യാൻ നോക്കുക. ഞാനൊക്കെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, കുട്ടികൾക്ക് ഫോൺ വെച്ചാണ്ട് തിന്നാൻ കൊടുക്കുക എന്നുള്ളത്, ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ മൈൻഡ്ലെസ്ലി ആയിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ചൂ ചെയ്യൂല, നമ്മളിങ്ങനെ ഇങ്ങനെ വിടുകയായിരിക്കും ഫുഡ്. പിന്നെ ഞാൻ പറഞ്ഞ മ്യൂയിങ്, അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ടി വി കാണുമ്പോഴൊക്കെ വായ പൊളിച്ചിരിക്കുന്നതിന് പകരം കോൺഷ്യസ് ആയിട്ട് നോക്കുക. അത് റിപ്പീറ്റേഷനിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ടങ്ക് മുകളിൽ വെച്ചിട്ട് നമ്മളെ റൂഫ്, ആ ഒരു വായൻ്റെ മുകളിലത്തെ തട്ടിൽ, ആ ഒരു പാലറ്റ്, അപ്പർ പാലറ്റിൽ തട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ടീത്ത് ലൈറ്റ് കോണ്ടാക്റ്റിൽ അടച്ചു വെച്ചിട്ട് ലിപ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ ശ്രദ്ധിക്കുക, അതായത് സംസാരിക്കുന്ന സമയത്തല്ലെങ്കിൽ. പിന്നെ അതാണ് കോൺഷ്യസ് ആയിട്ട് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു സംഭവം കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ നമ്മൾ മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ നമ്മളെ ബോഡീനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു നോർമലായി മാറും. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സംഭവമാണ്, വർക്കൗട്ട് ചെയ്യുമ്പോഴും അതുപോലെ റൺ ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും കോൺഷ്യസ്ലി മൂക്കിലൂടെ മാക്സിമം ബ്രീത്ത് വിടാൻ നോക്കും. അത്രയും ഗതിയായിട്ടുള്ള സംഭവങ്ങൾ, സ്പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി എങ്ങനെയാണോ അങ്ങനെ പോട്ടെ. അതല്ലാതെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലോ പേസ് റണ്ണിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കഴിയണ അത്രയും മൂക്കിലൂടെ ശ്വാസം എടുക്കാനും അതുപോലെ വിടാനും ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സിവിയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ENT കണ്ടുകാണ്ട് എന്ത് ചെയ്യാം. എനിക്കിപ്പോൾ നാളെ ഒരു മെസ്സേജ് വന്നതിന് ഒരു ചങ്ങായിൻ്റെ, അവൻ്റെ എന്തോ അഡനോയിഡോ സൈനസോ ഏതോ ഒന്ന് സർജറി ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ട്, ഇങ്ങനെ ബ്ലോക്കേജ് ഉണ്ടായിരുന്നു, എനിക്ക് നോസ് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ അത് ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കുക. ഇത് സീരിയസ് ഇഷ്യൂ ആണ്, ഞാൻ വെറുതെ പറയല്ല. നമ്മളെ ഫേസ് ഇങ്ങോട്ട് ലോങ് ഫേസ് ആവും, നമ്മൾ മര്യാദക്ക് നമ്മളെ അട്രാക്റ്റീവ്നെസ്സിനാണെങ്കിലും നമ്മളെ IQ-നാണെങ്കിലും നമ്മളെ സ്ലീപ്പിനാണെങ്കിലും ഒക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആമസോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൗത്ത് ബ്രീത്തിങ് ജസ്റ്റ് ഒരു ബാഡ് ഹാബിറ്റ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ആൾക്കാരെ എണ്ണം നോക്കിയത്, ബ്രേസസ് ഇടുന്ന, അതായത് പല്ലിൽ ക്ലിപ്പ് ഇടുന്ന ആൾക്കാരുടെ എണ്ണം, പല്ല് പൊന്തുന്ന സെറ്റായിട്ടുള്ള ഫുൾ ഡെവലപ്ഡ് ജോസുകൾ എത്രത്തോളം കുറവാണ് ഇപ്പോൾ അല്ലേ. കൂടുതൽ ആൾക്കാർ മൗത്ത് ബ്രീത്തിങ്ങിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മോഡേൺ ക്രൈസിസ് ആണ്. ഇത് ഡെന്റിസ്റ്റുകളെ സംബന്ധിച്ച് പ്രോഫിറ്റാണ്, ഭയങ്കര പ്രോഫിറ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ഹെൽത്തും വെൽനസ്സും ഒക്കെ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു മോഡേൺ ക്രൈസിസ് ആണ്. അത് തന്നെയാണ് ആ ബുക്കിലും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു മൗത്ത് ബ്രീത്തർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചുറ്റുള്ള ആരെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഞാനിപ്പോൾ അതിലൊരു കമ്പാരിസൺ കാണിച്ചു തന്നല്ലോ, മൗത്ത് ബ്രീത്തറും നോസ് ബ്രീത്തറും. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഒരാൾ നോസ് ബ്രീത്തർ ആണോ മൗത്ത് ബ്രീത്തർ ആണോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാനിപ്പോൾ ഒരു നോസ് ബ്രീത്തർ ആയിരുന്നു അതോ മൗത്ത് ബ്രീത്തർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആരെങ്കിലും അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും ഓൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സൊല്യൂഷൻ ഉണ്ട്, ഇങ്ങനെ സൊല്യൂഷന് ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ അത് എനിക്ക് കറക്റ്റ് അറിയില്ല. അതപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ആൾക്കാരെ എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കുക, ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആൻഡ് ഇത് ട്രീറ്റ് ചെയ്യണം, ഇത് റെഡി ആക്കണം. നമ്മളെ സ്ലീപ്പിൽ, ഫോക്കസിൽ, ഫേഷ്യൽ സ്ട്രക്ചേഴ്സിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കാണും ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ. നല്ല പക്കായിട്ടുള്ള ജോ ലൈനും നല്ല ടീത്ത്, അതുപോലെ നമ്മളെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മുടെ ഫോക്കസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമൻ വെൽനെസ്സിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ബയോ ഹാക്കിങ്, അല്ലെങ്കിൽ
നമ്മളെ ഹെൽത്തിൻ്റെ ഒക്കെ ഒരു ക്രൈസിസാണ് മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ മെയിനായിട്ട് വീഡിയോസ് ഇടുന്നതൊക്കെ നമ്മുടെ ടെക്നോളജീസിൽ വന്ന മാറ്റം, അത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മൾ ഫുഡിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പെട്ടത് തന്നെയാണ് ഈ സംഭവം. അതും നമ്മൾ ഓൾഡ് ഡയറ്റിൽ നിന്നും ഓൾഡ് ലൈഫ് സ്റ്റൈലിൽ നിന്നും നമ്മൾ പുതിയ കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന, കൂടുതൽ സോഫ്റ്റ് ഫുഡിലേക്ക്, കൂടുതൽ ബാഡ് ഹാബിറ്റിലേക്ക് മാറിയത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇതും അതുപോലത്തെ ഉള്ളൊരു ക്രൈസിസാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ പഠിക്കാൻ ഇത്ര ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇത് ഞാൻ സഫർ ചെയ്തൊരു സംഭവമാണ്. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഈ റീസെൻറ്റ് ഇയേഴ്സ് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിലാണ് ഞാൻ ആ ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നത്, ആ ഒരു സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതുവരെ എനിക്കറിയില്ലേനു ആ സംഭവം. അപ്പോൾ നമ്മൾ പല ആൾക്കാർ ഇങ്ങനെ പറയും എന്തെങ്കിലും ജോലിയൊന്നും ഇല്ലാത്തതെന്നൊക്കെ. ഞാൻ ഫാക്ട് പെർസെൻറ്റേജ് കുറവാണ്, പക്ഷെ എന്താണെന്നുള്ളത് അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു സീരിയസ് സംഭവമാണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഡേഞ്ചേഴ്സും അതുപോലെ ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ കുട്ടികളെ അല്ലെങ്കിൽ ഉറങ്ങുന്നതോ അല്ലെങ്കിൽ അഡൾട്ട്സോ അങ്ങനെ ഉറങ്ങുന്നതോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് അഡ്വൈസ് ടു ദം. അറ്റ്ലീസ്റ്റ് അവരോട് പറഞ്ഞു കൊടുക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എഫക്ട്സും ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ പിന്നെ ചെയ്യേണ്ടതെന്നുള്ള പോലെ ഇഷ്ടം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.